പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വൈകുന്നേരത്തെ നോമ്പുതുറ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണിലെ കുറച്ച് കലാപരിപാടികളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടീസൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ റിച്ചൂട്ടനും ഇതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്കൂടെ സ്നേഹപ്രകടനമൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അടിയാവാനുള്ളതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്നേഹപ്രകടനമാണ് കേട്ടോ ഇത്. അപ്പം അവരവിടെ നിന്ന് കളിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കിച്ചണിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പവും കൊഞ്ച് റോസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ കൊഞ്ചൊക്കെ ഉച്ചയ്ക്ക് കിട്ടിയിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഉള്ളിപ്പക്കോടയാണ് കേട്ടോ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, എന്തായാലും നോമ്പ് തുറ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സ്നാക്സ് തയ്യാറാക്കുമല്ലോ. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സോസോടെ കൂട്ടി തിന്ന സമയത്ത് പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. അങ്ങനെ നമ്മൾ കൊഞ്ചെല്ലാം നമ്മൾ മസാല പുരട്ടി നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഇതിലിപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇങ്ങനെ കുറച്ച് അധികം തന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ മസാലപ്പൊടിയും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചെയ്ത് വെക്കുമ്പം ഒരു 2 മണിക്കൂറിനൊക്കെ ശേഷം നമ്മളിതെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഞാനിത് ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് കറി വെക്കുമ്പം ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇപ്പുറത്തെ അടുപ്പിലായിട്ട് നമ്മൾ അപ്പവും കൂടി അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് മാവും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അപ്പവും കൂടി അങ്ങ് ചുട്ടെടുക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫുഡാണ് കേട്ടോ ഈ ഒരു അപ്പം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ മിക്ക ദിവസങ്ങളിലും ഈ ഒരു റമദാനിൽ പകുതി ദിവസവും അപ്പമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇത് മെയിനായിട്ട് കൂടുതൽ ഇഷ്ടം കുട്ടീസിനാണ്. അപ്പോൾ റയാനും റൈഹാക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ അപ്പം. ഇതാണെങ്കിൽ അവർക്ക് കഴിക്കാനും വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനും മിക്ക ദിവസങ്ങളിലും ഇതങ്ങ് ഉണ്ടാക്കും. അതാകുമ്പോൾ കുട്ടീസ് കഴിച്ചോളുമല്ലോ. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊഞ്ചും കൂടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കൊഞ്ചെല്ലാം ഒന്ന് മൂത്ത് വന്ന ആ ഒരു സമയത്ത് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചൊക്കെ ഇട്ടിട്ട് പിന്നെ അത് ഞാനങ്ങ് കോരി മാറ്റി കേട്ടോ. എന്നിട്ട് നമ്മൾ ഉള്ളി വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതേ ഓയിലിൽ തന്നെയാണ് കേട്ടോ ഉള്ളി വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. സവാളയും തക്കാളിയും പച്ചമുളകും പിന്നെ കുറച്ച് അധികം തന്നെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി പച്ചമുളക് അതെല്ലാം ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതും കൂടി ഒന്ന് വഴറ്റിയിട്ട് വേണം നമ്മൾ ഇനി ഒരു പൊടികളൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ച് ആ ഒരു കൊഞ്ചും കൂടി ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി ഇടും കേട്ടോ. അപ്പം ഇപ്പുറത്തായിട്ട് ഞാൻ അപ്പവും കൂടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. കൂടുതലും നമ്മൾ വറുത്ത് വെച്ച് കൊഞ്ചും കൂടി ഇട്ടിട്ട് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു കൊഞ്ച് റോസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വറുത്ത് വെക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ അരിപ്പത്തിരിക്കും എല്ലാം നല്ലൊരു കിടിലൻ കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കൊഞ്ച് റോസ്റ്റ്. അങ്ങനെ ഞാൻ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ജ്യൂസൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കണം. അങ്ങനെ ഞാൻ ഇനിയിപ്പോൾ ജ്യൂസ് തയ്യാറാക്കി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മൾ പഴവും പാലും കുറച്ച് നട്ട്സും ഒക്കെ വെച്ചിട്ടുള്ള ജ്യൂസാണ് അടിക്കുന്നത്. അപ്പം ചില ദിവസങ്ങളിൽ ഞാൻ കുറച്ച് ഈത്തപ്പഴമൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം ഈത്തപ്പഴം ഇടുന്ന ദിവസം ഞാൻ പഞ്ചസാര ആഡ് ചെയ്യാറില്ല. അപ്പം നമ്മളത് കുതിർത്ത് വെക്കാനും മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈത്തപ്പഴം ആഡ് ചെയ്തില്ല. ഇപ്പം നമ്മൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ട് പാലൊക്കെ ഒഴിച്ച് എന്നിട്ട് നമ്മൾ ഇതങ്ങ് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് പാല് മാത്രം ഒഴിച്ചിട്ടാണ് ഒന്ന് അടിച്ചെടുക്കുന്നത്. അപ്പം നല്ല രീതിയിലൊന്ന് അരിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ബാക്കി പാലും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ജ്യൂസ് അടിക്കുന്ന സമയത്ത് മിക്ക ദിവസങ്ങളിലും ലാസ്റ്റ് ആകുമ്പം കുറച്ചിങ്ങനെ അടിയാതെ കിടക്കും കേട്ടോ. അത് എത്ര ഞാൻ അടിച്ചെടുത്താലും അത് കുറച്ചങ്ങനെ കിടക്കും. അത് എന്താണ് കാരണമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ അത് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഞാൻ നേരെ അങ്ങ് മാറ്റുകയാണ്. കൂടെ തന്നെ നമ്മുടെ പള്ളിക്കഞ്ഞിയും കൂടിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള പള്ളിക്കഞ്ഞിയാണ്. അങ്ങനെ ഇനിയിപ്പം നമുക്ക് ചായ ഇടാനുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനും ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ ചായക്കൊക്കെ വെള്ളം വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൂട്ട്സും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഫ്രൂട്ട്സും അങ്ങ് ടേബിളിൻ്റെ മുകളിലേക്ക് കൊണ്ടുവെക്കുകയാണ്. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും ബാങ്ക് വിളിക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്കായും മോനും കൂടി പള്ളിയിലേക്കും പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ എല്ലാതും ഒന്ന് ടേബിളിൻ്റെ മുകളിലേക്ക് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുകയാണേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ.
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. അപ്പം സ്കിപ്പാക്കാതെ മുഴുവനായിട്ട് തന്നെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കേ.